بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഏറെ ശ്രേഷ്ഠവും മഹത്വവുമുള്ള വചനങ്ങളാണ് ഈ മിമ്പറിൽ ഇന്ന് നമ്മൾ ഒരു ഖുതുബയായി ശ്രവിക്കുകയുണ്ടായത്. അഥവാ പറഞ്ഞാൽ പറയുന്നവർക്ക് മടുപ്പ് വരാത്ത, കേട്ടാൽ കേൾക്കുന്നവർക്ക് പ്രയാസമുണ്ടാകാത്ത, മനുഷ്യരുടെ ദാഹം തീർക്കുന്ന, ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന, മനസ്സുകൾക്ക് മധുരം നൽകുന്ന ഒരു വൃത്താന്തം അഥവാ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തന്നെ ഒരു ദൃഷ്ടാന്തമാക്കിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ലോകർക്ക് മാതൃകയെ സ്വീകരിക്കുവാനും ആളുകൾക്ക് വഴി നടക്കുവാനും ആത്മീയമായി ആളുകൾക്ക് ഉന്മേഷവും ആളുകൾക്ക് മാതൃകയുമാകുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം. വിശുദ്ധ ഖുർആൻ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മനസ്സിൽ മനഃപ്പാഠമാക്കി ആ വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന വിശ്വാസവും സ്വഭാവവും കർമ്മവുമൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പിയായി ലോകത്തിന് സാക്ഷിയായ പ്രവാചകനാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുനബിക്കുള്ള വിശേഷണമായി പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നിങ്ങൾ മഹത്തായ ഒരു സ്വഭാവത്തിന്മേലാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിലാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഉടമയും വക്താവുമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യവും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൗവനവും നുബുവത്ത് ലഭിച്ചതിൽ പിന്നെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതവും മദീന കാലഘട്ടത്തിലെ ജീവിതവും ഒക്കെ മാതൃകാപരവും ആളുകൾക്ക് തങ്ങളുടെ ജീവിതം യഥാവിധം കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായ നിദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ജീവിതമായിരുന്നു. ശൈശവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടിയ മഹദികൾ ഒരു കുരുന്നായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളിൽ അവർ കണ്ടിരുന്ന സ്വഭാവ മഹാത്മ്യങ്ങളെക്കുറിച്ച് അവർ അന്യോന്യം പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഖുറൈശികളുടെ ആടുകളെ അവർ കൊടുക്കുന്ന നാണയങ്ങൾക്ക് പകരമായി മേച്ചു നടന്നിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈശവം ഉത്തമമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ആളുകളെ ദ്രോഹിക്കുകയോ അന്യായമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ വഴികെട്ടും വഴിവിട്ടും ജീവിതം നയിക്കുകയോ ചെയ്യാതെ ഒരു ഉത്തമ ബാലൻ മക്കയിലെ മലഞ്ചെരുവുകളിൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് യഥാവിധം നിർവഹിക്കുന്ന ചരിത്രമാണ് അന്ന് കാലങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് രേഖപ്പെട്ടു കിടക്കുന്നത്. യൗവനത്തിൽ ഖുറൈശികളുടെ പതിവ് എന്ന പോലെ യുവാക്കളെല്ലാം കച്ചവട ചരക്കുകളെ നയിച്ചും സാർത്ഥവാഹക സംഘങ്ങൾക്ക് നേതൃത്വം വഹിച്ചും മരുഭൂമിയിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് യാത്രയാകുന്നവരാണ്. അവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവട സംഘത്തെ നയിക്കുവച്ച് ഇടപാടുകൾ നിർവഹിച്ചപ്പോൾ വിശ്വസ്തനായ അനുഗ്രഹീതനായ ഒരു നേതാവിനെയും നായകനെയുമാണ് അന്ന് മക്കയിൽ പരിചയപ്പെടുത്തപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപാടുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നായകത്വത്തിനും സാക്ഷികളായവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയത്. 40 വയസ്സിന് ഇപ്പുറത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയിലെ ജീവിതം അതിന് സാക്ഷികളായവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് വിശ്വസ്തൻ, സത്യസന്ധൻ എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവരും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നവരുമായിട്ട് അവർ തന്നെയും നിശ്ചയിക്കുകയുണ്ടായത്. അവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അൽ അമീനാണ് മുഹമ്മദ് എന്നാണ്. ശത്രു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാതെ അഹങ്കരിച്ചും കപട നയം സ്വീകരിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തിരുന്ന അവിശ്വാസികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞത് ഒരു സത്യസന്ധന്റെ ജീവിതം, ഒരു വിശ്വസ്തന്റെ ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന്റെ വെളിച്ചവുമായി ഗാർ ഹിറയിൽ നിന്ന് ഇറങ്ങി വന്ന് മക്കയിൽ താൻ നബിയായിരിക്കുന്നു, താൻ റസൂലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രമാണിമാരിൽ നിന്നും പതിതരായി എണ്ണപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ, തൽഹത്ത് ബിൻ ഉബൈദില്ല, അസ്സുബൈർ ബിൻ അൽ അവ്വാം, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തുടങ്ങിയ ഖുറൈശികളിലെ നേതാക്കന്മാരും മക്കയിലെ പ്രമാണിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളുവാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഉന്നത വ്യക്തിത്വവും ഉദാത്തമായ ചരിതവുമായിരുന്നു. അവർക്കറിയാമായിരുന്നു ആരാണ് മുഹമ്മദ് എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭൗതികമായ വൃത്താന്തങ്ങൾ വഹയിലൂടെ തനിക്ക് അറിവ് ലഭിക്കുമ്പോൾ അതവർക്കിടയിൽ പറയുമ്പോൾ 7 ആകാശങ്ങൾക്കുപരിയിലുള്ള വൃത്താന്തങ്ങൾ മക്കയിൽ അനുയായികളോട് പറയുമ്പോൾ മുഹമ്മദാണോ അത് പറഞ്ഞത് എങ്കിൽ അത് സത്യമേ ആകൂ എന്ന് പ്രഖ്യാപിച്ചത്. പ്രമാണിമാരിൽ നിന്നൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൽ അവർക്കുള്ള മതിപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിനെ കുറിച്ചുള്ള അവരുടെ അറിവുമായിരുന്നു ഇസ്ലാമിലേക്ക് ഗമിക്കുവാൻ അവർക്ക് കാരണമായ വിഷയങ്ങളിൽ ഒരു വിഷയം. അതേപോലെ പതിതരായ എണ്ണപ്പെടുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അടിമകളായി സാമൂഹ്യ ശ്രേണിയിലേറെ താഴ്ന്നവരും അധമരുമായി ഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം മൂളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത വേളയിൽ അവർ ആക്രമിക്കപ്പെടുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും ഒതുക്കപ്പെടുന്നവരുമായിരുന്നു. നിഷ്ഠൂരമായ പീഡന മുറകൾ അവർക്ക് നേരെ അവരുടെ മേലാളന്മാരും ഖുറൈശികളിലെ പ്രമുഖന്മാരും അഴിച്ചുവിട്ടിരുന്നു. അവർ ചാട്ടവാറടികൾക്ക് ഇരകളായിരുന്നു. ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ എറിയപ്പെട്ടിരുന്നു. പാറകൾ അവരുടെ നെഞ്ചുകളിൽ കയറ്റി വെക്കപ്പെട്ടിരുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ മാംസളങ്ങൾ പിളർത്തപ്പെട്ടിരുന്നു. അവർ അവരുടെ സയ്യിദന്മാരാലും സയ്യാദാത്തുകളാലും ദ്രോഹിക്കപ്പെട്ടിരുന്നു. എന്നാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായി മാറുകയാണ്. ബിലാലിനെ പോലെ, ബിലാലിന്റെ പിതാവ് യാസറിനെ പോലെ, ബിലാലിന്റെ മാതാവ് സുമയ്യയെ പോലെ, ഖബ്ബാബ്, ഖുബൈബ്, ആമിർ ഇബ്നു ഫുഹൈറ, സുന്നൈറ നഹദിയ, ഉമ്മു ഉബൈസ് തുടങ്ങിയുള്ള ഈ ദരിദ്രരും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ആളുകളും അടിമകളുമായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം കൂട്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഹൃദയത്തിൽ സ്വാധീനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിതവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമകളും അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാവുകയും ചെയ്തത് കാരണത്താൽ തിരുനബി സത്യമേ പറയൂ, മുഹമ്മദ് പറഞ്ഞാൽ അത് സത്യമേ ആകൂ എന്നുള്ള അവരുടെ ഉറപ്പായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവർക്കുള്ള വിശ്വാസവുമായിരുന്നു. പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതമായ സ്വഭാവങ്ങളുടെയും ഉത്തമമായ ഗുണങ്ങളുടെയും പ്രവാചകനായിരുന്നു. ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് സത്യസന്ധൻ എന്നതായിരുന്നു. قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الذين كفروا بآيات الله يجحدون. നമുക്കറിയാം പ്രവാചകരെ അവർ നിങ്ങളെ കളവാക്കുകയില്ല എന്നുള്ളത്. അഹങ്കാരികളായ അവിശ്വാസികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുകയുണ്ടായി. ഇവിടെ ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ, അവർ പറയുന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അബൂജഹലിനെ പോലുള്ളതായ ഖുറൈശി നേതാക്കന്മാരുടെയും വിഷയത്തിലാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുകയാണ്, മുഹമ്മദേ, നീ സത്യമേ പറയൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷേ നീ കൊണ്ടുവരുന്ന വചനങ്ങളെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയോ സത്യപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അവർക്കറിയുന്നതിനാൽ അവർ പറഞ്ഞിരുന്നു, മുഹമ്മദ്, നീ കളവ് പറയുകയില്ല, പക്ഷെ നീ കൊണ്ടുവരുന്നതായ വചനങ്ങൾ അതൊരിക്കലും സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ അഹങ്കാരികളായിരുന്നു, അവർ കപടന്മാരായിരുന്നു. അവരുടെ ഗോത്ര മഹിമയും അവരുടെ പൊങ്ങച്ചവും അവരെ ഈ ഹക്ക് ഉൾക്കൊള്ളുന്നതിൽ നിന്ന് തടയുകയും അവരെ പിന്നിലാക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ ആക്രമണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ രൂക്ഷമായപ്പോൾ അബൂജഹലിന്റെ അടുപ്പക്കാർ ചോദിക്കുന്നുണ്ട്, മിസ്വർ ഇബ്നു മഖ്റമയെ പോലുള്ളതായ അബൂജഹലിന്റെ അടുപ്പക്കാർ ചോദിക്കുകയാണ്. മിസ്വറിന്റെ അമ്മാവനായിരുന്നു അബൂജഹൽ. അമ്മാവ
മുഹമ്മദ് ഈ വചനങ്ങൾ പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ പറയുന്ന ഈ വൃത്താന്തങ്ങൾ പറയുന്നതിന് മുമ്പ് മുഹമ്മദ് 40 വർഷകാലഘട്ടം നിങ്ങളിൽ ജീവിച്ച ആളാണ്. ഇന്ന് നിങ്ങൾ പറയുന്നു മുഹമ്മദ് നീ പറയുന്നത് വ്യാജമാണെന്ന്. എങ്കിൽ ഈ മുഹമ്മദ് ഇത് പറയുന്നതിന് മുമ്പും നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷകാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അന്ന് നിങ്ങൾ എന്തായിരുന്നു മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഹോദരിയുടെ പുത്രനോടുള്ള അബൂജഹലിന്റെ പ്രതികരണം, മരുമകനെ, മുഹമ്മദ് 40 വർഷകാലഘട്ടം ഞങ്ങളിൽ ഉണ്ടായിരുന്നു. അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ മുഹമ്മദിനെ അന്ന് സത്യസന്ധൻ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാ ജറബ്നാ അലൈഹി കദിബൻ ഖത്ത്, ഒരിക്കലും മുഹമ്മദിൽ ഞങ്ങൾ ഒരു കളവ് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സത്യസന്ധൻ എന്നായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്? അപ്പോൾ അബൂജഹലിന്റെ പ്രതികരണം, ഞങ്ങളും ബനു മഖ്സൂം ഗോത്രം, ബനു ഹാഷിം ഗോത്രവും കുടുംബ മഹാത്മ്യത്തിന്റെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് മത്സരിച്ചോടുന്ന 2 കുതിരകളെ പോലെ ഞങ്ങൾ മത്സരത്തിലായിരുന്നു. ബനു മഖ്സൂം ആളുകളെ ഭക്ഷണം മൂട്ടിയാൽ ബനു ഹാഷിം ഭക്ഷണം മൂട്ടും. ആളുകൾക്ക് വെള്ളം നൽകിയാൽ ഇവരും വെള്ളം നൽകും. ആളുകൾക്ക് അഭയം നൽകിയാൽ അവരും അഭയം നൽകും. അങ്ങനെ ദുനിയാവിന്റെ വിഷയത്തിൽ, മഹിമയുടെ വിഷയത്തിൽ പരസ്പരം കുടുംബ മഹാത്മ്യത്തിന് വേണ്ടി, ഗോത്ര പെരുമയ്ക്ക് വേണ്ടി പരസ്പരം മത്സരത്തിൽ മത്സരിച്ചോടുന്ന 2 കുതിരകളെ പോലെ ഒപ്പം ഓടുമ്പോൾ ബനു ഹാഷിം പറയുകയാണ്, ഞങ്ങളിൽ ഇതാ ഒരു നബി വന്നിരിക്കുന്നു. ഞങ്ങൾ ബനു മഖ്സൂം ആ നബിയെ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് എന്നാണ് ഒരു നബി വരിക അവരോടൊപ്പം മത്സരിച്ച് ഒപ്പം നിൽക്കുവാൻ? അതുകൊണ്ട് തന്നെ ബനു ഹാഷിമിൽ വന്ന നബിയെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ബനു മഖ്സൂം പ്രവാചകനെ കളവാക്കി, കളിയാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും സ്വഭാവവും അവർക്കറിയാമായിരുന്നു. ഉത്തമമായ ഒരു സ്വഭാവത്തിന്റെ ഉടമ, ഉന്നതമായ സീറത്തിന്റെ ഉടമയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് കഅബ പുതുക്കി നിർമ്മിച്ച സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ കഅബ പുതുക്കി നിർമ്മിച്ച് ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും 3 നാൾ അവർ കലാപത്തിലും കലഹത്തിലും കഴിച്ചുകൂട്ടി സന്ധിയിൽ കഅബ നിർമ്മാണം തുടങ്ങി. അതൊരു യുദ്ധത്തിൽ കലാശിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കുവാൻ അവർ തീരുമാനിച്ച് ആ മധ്യസ്ഥൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി തെളിഞ്ഞപ്പോൾ മുഹമ്മദ് വിശ്വസ്തൻ അൽ അമീൻ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തരാണെന്ന് എല്ലാവരും പ്രഖ്യാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിക്ക് അവർ കീഴ്പ്പെടുകയും ചെയ്തത്. അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആയിരുന്നില്ല. അതിനു മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി എല്ലാവരും സമ്മതിക്കുന്ന, ആ വിധിയിൽ എല്ലാവരും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ മക്കയിലെ ആ ഇരുണ്ട കാലഘട്ടത്തിലും നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം അറിയിക്കുന്നത് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തെളിഞ്ഞ മാതൃകാപരമായ ഒരു ചരിത്രത്തിന്റെ വാക്താവായിരുന്നു എന്നുള്ളതാണ്. 40ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയും റസൂലുമായി നിയോഗിതനായി. 53 വർഷകാലഘട്ടമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ ദഅവത്തിന്റെ കാലഘട്ടം. ആ ദഅവത്തിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി അത് മക്കയിൽ നിർവഹിക്കുകയുണ്ടായി. ഹറമിന്റെ പരിസരങ്ങളിൽ, ദാറുൽ അർഖം ഇബ്നു അബിൽ അർഖമിൽ, അതേപോലെ തന്നെ മക്കയുടെ മലഞ്ചെരുവുകളിൽ, മക്കയിൽ ആളുകൾക്കിടയിൽ, അവരുടെ വീടുകളിൽ, മിനയിൽ ഹാജിമാർ വന്ന് തമ്പടിച്ചാൽ ആ തമ്പുകൾക്കിടയിൽ, ഹാജിമാർക്കിടയിൽ, സൂഖുൽ അൽ മജാസിൽ, വാദി നഖ്ലയിൽ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദഅവത്തിനെ തുടർത്തുകയുണ്ടായി. മക്കയിൽ നിന്ന് തായിഫിലേക്ക് ഹിജറ പോയപ്പോൾ തായിഫിന്റെ വഴികളിൽ, തായിഫിലെത്തിയതിൽ പിന്നെ സഖീഫ് ഗോത്രക്കാരുടെ വീട്ടുമരങ്ങളിൽ, സഖീഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സൈലുൽ കബീറിൽ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അഥവാ ഈ സത്യദീൻ യഥാവിധം എത്തിക്കുക എന്നുള്ളതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാവിധം നിർവഹിക്കുകയുണ്ടായി. നുബുവത്തിന്റെ 13ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പാലായനത്തിന് നിർബന്ധിതനായപ്പോൾ പാലായനം ചെയ്ത് തന്റെ പാലായന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു.
ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിലുള്ള ഉത്തരവാദിത്തം യഥാവിധം നിർവഹിക്കുന്നതിൽ തികഞ്ഞ താല്പര്യത്തിലായിരുന്നു. സൗറിൽ നിന്ന് മലയിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള നീണ്ട യാത്രയിൽ വഴിയോരങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകാപരമായി ജീവിച്ചു. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമായി ശ്രദ്ധിക്കുകയും ഉണ്ടായി. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് 10 വർഷമാണ് മദീനയിൽ കഴിച്ചുകൂട്ടുന്നത്. ഉത്തരവാദിത്ത നിർവഹണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ചും സഹിച്ചും ജിഹാദ് നയിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിക്കുകയുണ്ടായി. 10 വർഷ കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കഴിച്ചുകൂട്ടിയപ്പോൾ മക്കയിലുണ്ടായിരുന്ന 13 വർഷ കാലഘട്ടത്തെ പോലെയല്ല. പിന്നെയോ യുദ്ധവിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലഘട്ടമാണ് മദീന കാലഘട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷം പിന്നിടുമ്പോൾ ജസീറയുടെ അധിപനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുകയായിരുന്നു. വലിയൊരു ജനവിഭാഗത്തിന്റെ നേതാവായി ജസീറയുടെ ഭരണാധികാരിയായി ഒരു സമുദായത്തിന്റെ മുഴുവൻ നേതൃപദവിയിലിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ്, നബിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികഞ്ഞ വിനയത്തിലും അതേപോലെ ഉത്തമമായ സ്വഭാവത്തിലുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറയുന്നത് ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ ലാ അംലികു ലക്കും മിനല്ലാഹി നഫഅൻ വലാ ദർറ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറ ലാ അദ്രി മാ യുഫ്അലു ബി എന്നിങ്ങനെയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. എനിക്ക് തന്നെയും ഞാൻ ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. ലാ അദ്രി മാ യുഫ്അലു ബി, എന്നെ കൊണ്ട് എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനുള്ള അവകാശത്തിൽ ആ അവകാശങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രം വകവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാന്വിതനാവുകയാണ്. വിജയത്തിന്റെ മുകളിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ജസീറയെ ഭരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ എന്ത് പറഞ്ഞാലും അത് പ്രാവർത്തികമാക്കുവാൻ ഒരുക്കമുള്ള ഒരു ജനവിഭാഗത്തിന്റെ നേതാവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നേതാവായി നിൽക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല, എനിക്ക് തന്നെയും ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല, എന്നെ കൊണ്ട് എന്ത് പ്രവർത്തിക്കപ്പെടും എന്നുള്ളത് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരവകാശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വേണ്ടി വാദിക്കുകയോ തനിക്കുണ്ടെന്ന് അവകാശപ്പെടുകയോ ചെയ്യുന്നില്ല. ആ രീതിയിൽ മാലോകരിൽ ഒരിടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടുന്നുമില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലിവും കനിവുമാണ് സഹോദരന്മാരെ അറിയിക്കുന്നത്. അനുജന്മാർക്കിടയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരമാണ്. തിന്നുന്ന കുടിക്കുന്ന അവരോടൊപ്പം അങ്ങാടികളിൽ നടക്കുന്ന ജീവിത വ്യവഹാരങ്ങളിൽ സംബന്ധിക്കുന്ന ഒരു നേതാവാണ് റസൂലും നബിയുമായ ബഷറായ മനുഷ്യനായ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശക്കുന്നു. 3-4 വർഷ കാലഘട്ടം വീട്ടിൽ 3-4 മാസങ്ങൾ വീട്ടിൽ അടുപ്പിൽ തീ പുകയാത്തത് കാരണത്താൽ പച്ചവെള്ളവും കാരക്കയും മാത്രം കഴിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പശിയടക്കി ലോകത്തിന് മാതൃകയാവുകയാണ്. അദ്ദേഹം തന്റെ വസ്ത്രം തുന്നിക്കൂട്ടുന്നു, തന്റെ ചെരുപ്പ് തുന്നി റെഡിയാക്കുന്നു, വീട്ടിൽ തന്റെ ഇണകളെ സഹായിക്കുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്കിടയിൽ അവരിൽ ഒരാളെന്ന പോലെ അവർക്ക് മാതൃകയായി ജീവിക്കുകയാണ്. വിനയത്തിന്റെ നിറകുടമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പരലോക യാത്രയാകുമ്പോൾ ജസീറയുടെ നേതാവാണെങ്കിലും തന്റെ 9 ഭാര്യമാരുടെ വിശപ്പിന് പരിഹാരം കാണുവാൻ തന്റെ പടയങ്കി ഒരു ജൂതനെ പണയം വെച്ച് 9 സാഴ് ഗോതമ്പ് അയാളിൽ നിന്ന് ഏതാനും സാഴ് ഗോതമ്പുകൾ അയാളിൽ നിന്ന് വാങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക യാത്രയാകുമ്പോൾ തന്റെ കുടുംബിനികൾക്ക്
അവരുടെ പട്ടിണി മാറുവാൻ 9 സായ ഗോതമ്പാണ് അതിൽ നിന്ന് ശേഷിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും എത്രമാത്രം മഹത്തരമല്ല. മക്കയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതും താൻ ആട്ടിയിറക്കപ്പെട്ട പലായനത്തിന് നിർബന്ധിക്കപ്പെട്ട മക്കയിൽ തിരിച്ചു ചെല്ലുക എന്നുള്ളതും അവിടെ ഹറമിന്റെയും സംസമിന്റെയും മഖാമിന്റെയും ഹജറിന്റെയും ഒക്കെ അരികിൽ സ്വാതന്ത്ര്യത്തോടുകൂടി നിന്ന് സമാധാനത്തിൽ അള്ളാഹുവിനെ ഒന്ന് ആരാധിക്കുക എന്നുള്ളത് ആ തിരുനബിയുടെ ഏറ്റവും വലിയ മോഹവും ആഗ്രഹവുമായിരുന്നു. ഹിജ്റയുടെ 8 ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് അതിന് അവസരം നിശ്ചയിച്ച ഹിജ്റയുടെ 8 അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ 8 റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 വരുന്ന തന്റെ അനുയായികളെയും കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്ക റിപ്പബ്ലിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ ഒരിക്കലും തടുക്കുവാൻ കഴിയാത്ത വിധം ഖുറൈശികൾ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അശക്തരായിരുന്നു. അവർ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലായി തീരുകയുണ്ടായി. അവരുടെ ആൾബലത്തിനും അവരുടെ ആയുധബലത്തിനും യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഹിജ്റയുടെ 8 റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒട്ടകപ്പുറത്ത് തന്റെ അനുചരന്മാരോടൊപ്പം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുനബിയുടെ പതാകയാണ് വിജയത്തിന്റെ പതാകയായി പാറി പറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുചരന്മാരുടെയും ആയുധങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായവർ നമ്മുടെ ശിരസ്കരായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ്. പലരും കതകുകൾ അടച്ച് അവരുടെ വീടുകളിൽ അഭയം പ്രാപിക്കുകയുണ്ടായി. പലരും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിക്കുകയുണ്ടായി. പലരും കഅബക്കകത്ത് അഭയം പ്രാപിക്കുകയുണ്ടായി. എല്ലാവരും ഒന്നിനും കഴിയാത്ത വിധം അശക്തതയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കുമ്പോൾ ചരിത്രം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല താഴ്ന്നതായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുതാടി അദ്ദേഹം സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ മുതുകിൽ തട്ടുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നതാണ് കാണുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ അനുഗ്രഹവും ആദരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കനിഞ്ഞതെന്നതിനാൽ ആ അള്ളാഹുവിന് മുമ്പിൽ വിനയാന്വിതനായി തലചായ്ച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുകയുണ്ടായത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയർന്ന വ്യക്തിത്വത്തെയും മഹിതമായ ചരിത്രത്തെയുമാണ് അറിയിക്കുന്നത്. തന്റെ മുമ്പിലുള്ള ശത്രുക്കൾ പ്രവാചകന് മുമ്പിൽ മക്കം വിജയിച്ചതിൽ പിന്നെ അണിനിരത്തപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ രക്തം കൊണ്ട് എന്തും ചെയ്യാം, അവരുടെ ശരീരാവയവങ്ങൾ കൊണ്ട് എന്തും ചെയ്യാം എന്ന അവസ്ഥ സംജാതമായപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് മാപ്പും വിട്ടുവീഴ്ചയും നൽകി അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതന്ത്രരാക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കനിവും ഈ രീതിയിൽ ധാരാളം ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹിത ചരിത്രവും ഉന്നതമായ മാതൃകയും തങ്ങൾക്കുണ്ട് എന്നുള്ളത് നേരാണ്. ഇവിടെ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രവും മാതൃകയും ഒക്കെ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടും മുസ്ലിമീങ്ങളുടെ ജീവിതവും അവരുടെ രഹസ്യവും പരസ്യവും ഒക്കെ എങ്ങനെ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിരുദൂതനെ നിയോഗിച്ചയച്ചു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ തന്നെയുള്ള ഒരു റസൂലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ക്ലേശകരമായതെല്ലാം ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മത്തികൾക്ക് ക്ലേശകരമാകുന്ന വിഷയങ്ങളിലെല്ലാം ഉമ്മത്തിന് വേണ്ടി പ്രവാചകൻ ഏറെ ഗുണകാംക്ഷയിൽ ആ ക്ലേശങ്ങൾ ഉമ്മത്തികളിൽ നിന്ന് വഴിമാറുവാനും ഒഴിഞ്ഞു പോകുവാനും പണിപ്പെട്ട പ്രവാചകനാണ്. ഹരീസുൻ അലൈക്കും, ഒരു നന്മ ഉമ്മത്തികൾക്കുണ്ട് എങ്കിൽ ആ നന്മ ഉമ്മത്തികൾക്ക് വാങ്ങിക്കൊടുക്കണമെന്നതിൽ ഏറെ തൽപരനും ആഗ്രഹമുള്ളവനുമാണ് ആ പ്രവാചകൻ. വക്കാന ബിൽ മുഅ്മിനീന റഊഫർ റഹീമ, സത്യവിശ്വാസികളോട് ആർദ്രതയിലും അതേപോലെ ദയയിലും കഴിഞ്ഞുകൂടിയ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെയുള്ള ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയായി തങ്ങൾക്കുണ്ടായിരിക്കെ
ആ മാതൃകയിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എത്രയുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഖുത്ബ നമ്മൾ കേൾക്കുകയുണ്ടായത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറുല്ലാഹ കസീറ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവേയും അന്ത്യനാളിനെയും കാക്ഷിച്ച് അതിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവർക്ക്, വദക്കറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്തവർക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, അന്ത്യനാളിൽ പ്രതീക്ഷ വെക്കുന്നവർക്ക്, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവർക്ക്, അള്ളാഹുവെ യഥാവിധ സ്മരിക്കുന്നവർക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹിതമായ ഗുണങ്ങളുടെയും ഉത്തമമായ സ്വഭാവങ്ങളുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടതും വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. ആ സ്നേഹമില്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ ഒരു തരിമ്പുമില്ല എന്നുള്ളത് നേരാണ്. തിരുനബിയോടുള്ള സ്നേഹം എങ്ങനെയാണ്? തിരുനബിയോടുള്ള സ്നേഹം അത് ഹൃദയത്തിലാണ്, പക്ഷേ അത് അമലിൽ തെളിഞ്ഞു കാണേണ്ടതുണ്ട്. ഹൃദയത്തിൽ സ്നേഹമുണ്ട് എങ്കിൽ അതിന്റെ പ്രതിഫലനം കർമ്മത്തിൽ തെളിയേണ്ടതുണ്ട്. ആളുകളുടെ വിശ്വാസത്തിൽ, ആളുകളുടെ ഇബാദാത്തുകളിൽ, ആരാധനകളിൽ, ആളുകളുടെ മുആമലാത്ത് ഇടപാടുകളിൽ, അതേപോലെ തന്നെ ആളുകളുടെ ആദാത്ത് സമ്പ്രദായങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് തെളിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുദ്വത്തും ഉസ്വത്തുമായി മാതൃകയായി സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്ത് എടുത്തതുപോലെ ഇബാദത്ത് എടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആ മഹബ്ബത്തിൽ വേണ്ടത്. മദ്ഹുകളായി ഗദ്യങ്ങളും പദ്യങ്ങളും ക്രോഡീകരിക്കുക, എന്നിട്ട് പ്രത്യേക മുനാസബാത്തുകൾ വരുമ്പോൾ ആ ഗദ്യപദ്യങ്ങൾ ഗദ്യമായോ പദ്യമായോ അത് സമ്മിശ്രമായോ ആലാപനം നടത്തിയിട്ട് പിരിയുക എന്നുള്ളതല്ല മഹത്വത്തിന്റെ ഉപരിപ്ലവ ഭാവം. പ്രത്യുത മഹബ്ബത്തിന് തെളിവ്, അതിന്റെ ഉപരിപ്ലവ ഭാവം മഹബ്ബത്ത് ഹൃദയത്തിലാണ്. ആ മഹബ്ബത്ത് കർമ്മങ്ങളിൽ തെളിയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചുവോ ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അത് ഇബാദാത്തുകളിലായാലും, അത് മുആമലാത്തുകളിലായാലും, അത് അദാത്തുകളിലായാലും, ഇബാദാത്തുകളിലും, അതേപോലെ ക്രയവിക്രയങ്ങളിലും, അതേപോലെ തന്നെ ചര്യകളിലും സമ്പ്രദായങ്ങളിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകർക്ക് മാതൃകയായി ജീവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ ജീവിതത്തിൽ പുലർത്തി നമ്മൾ ലോകത്തിന് മാതൃകയാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ ഗുണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് മുസ്ലിമീങ്ങളിലൂടെ ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഉത്തമ ഗുണങ്ങൾ ജീവിതത്തിൽ പുലർത്തിപ്പാലിച്ച് നമ്മൾ ലോകത്തിന് മാതൃകയായി ജീവിക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഖുത്ബയിൽ ഏതാനും കാര്യങ്ങൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖായി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീകൾ പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പ്രവാചകനോടൊപ്പം സ്വർഗരാജ്യങ്ങളിൽ ഉന്നതങ്ങളിൽ ഒരിടമേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അല്ലാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരിടം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അല്ലാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേൾക്കുന്ന മുസീബത്തുകളിൽ നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين
ഒരു സഹോദരന്റെ പിതാവ് മരണപ്പെട്ട വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം എത്തിപ്പെട്ട ഖബറിടം അല്ലാഹുവിന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിനെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരനും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കും ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. إن شاء الله مغربك سيشن